ഹലോ വെൽക്കം ബാക്ക് ടു മലബാർ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. നമുക്ക് പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ഈസിയാണ്. കോഫി ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഒരു കോഫി പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളം, അതായത് ബോയിലിംഗ് വാട്ടർ 1/4 കപ്പ് ഞാൻ കെറ്റിൽ നിന്ന് വെള്ളം ഒഴിക്കുക കേട്ടോ. അതുപോലെ തന്നെ അങ്ങ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 5 ഗ്രാം കോഫിയാണ് എടുത്തത്. ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. കോഫി കട്ടൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. മിക്സ് ചെയ്യുന്ന സമയത്ത് എവിടെയും കട്ട കെട്ടി നിൽക്കരുത്. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക കേട്ടോ. നിങ്ങൾക്ക് കോഫി ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ ഒരു 7 ഗ്രാം വരെയൊക്കെ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊരു പാകം ആണ്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ നല്ല തിളച്ച വെള്ളം 1/4 കപ്പ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ജെലറ്റിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഹലാൽ ജെലറ്റിനാണ്. അപ്പോൾ ഹലാലാണ് അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങുക അങ്ങനെ ആവശ്യമുള്ളവർക്ക്. അത് 7 ഗ്രാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളത്തിലേക്ക് തന്നെ ജെലറ്റിൻ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഡിസോൾവ് ആയി കിട്ടില്ല. അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ജെലറ്റിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയുന്നത് പുഡിംഗ് സെറ്റായിട്ടില്ല എന്ന് പിന്നെ പറയരുത്. അപ്പോൾ കറക്റ്റ് ഈ ഒരു മെഷർമെൻറ്റ് ഫോളോ ചെയ്യുക. രണ്ടും സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം പക്ക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ് എടുത്തത്. ഇത് ഡയറി വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കുക, ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. ഏത് ബ്രാൻഡായാലും അത് ഷെയ്ക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അതായത് ഇതിൻ്റെ ലിക്വിഡ് പാർട്ട് മുകളിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കുക. 1 കപ്പാണ് ഞാൻ എടുത്തത്. മെഷറിംഗ് കപ്പിൽ 1 കപ്പ് നോക്കിയിട്ട് എടുക്കുക. ഇനി ഇത് ഞാൻ ഡയറി വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് ഇതിലേക്ക് പഞ്ചസാര, അതായത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നമ്മുടെ വിപ്പിംഗ് ക്രീം മധുരം ഉണ്ടോ എന്നുള്ളത്. മധുരം ഇല്ലെങ്കിൽ, അതായത് ഡയറി വിപ്പിംഗ് ക്രീം ആണെങ്കിൽ 1/4 കപ്പ് മധുരം 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിപ്പിംഗ് ക്രീമിന് മധുരം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് മധുരം ഇട്ടാൽ മതിയാവും. ചിലപ്പോൾ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അടുപ്പത്ത് വെക്കുക. അതായത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഡിസോൾവ് ആയതിന് ശേഷം മാത്രം അടുപ്പിലേക്ക് വെക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും. പിന്നെ അടുപ്പത്ത് കുറേ സമയം വെക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 മാക്സിമം 5 മിനിറ്റ് വരെ മതി. ഇത് തിളക്കാൻ അനുവദിക്കരുത്. ഓക്കെ, അപ്പോൾ ഇത് ചൂടായതിന് ശേഷം ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മളെ കോഫി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ജെലറ്റിൻ്റെ മിക്സും ഇല്ലേ, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജെലറ്റിനൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ, കണ്ടില്ലേ, കട്ട ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ഓളും കൂടെ എനേബിൾ ചെയ്യുക കേട്ടോ. എന്നാലേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. പിന്നെ ഇനി നമുക്ക് പുഡിങ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതൊരു മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതൊരു അരിപ്പ വെച്ചിട്ട് ഒഴിക്കുക. എന്തെങ്കിലും ചെറിയ കരടൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ. അപ്പോൾ ഒരു നല്ല സ്മൂത്ത് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പ വെച്ചിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ അരിപ്പയിലൂടെ ഒഴിച്ചിട്ട് 2 പാത്രത്തിലാണ് എനിക്കുള്ളത്. 2 പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടോട് കൂടി തന്നെ ഒഴിക്കുക. ചൂടാറാൻ വെയിറ്റ് ചെയ്യരുത്. ചൂടാറാൻ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ അത് നമ്മുടെ മറ്റേ പാത്രത്തിൽ നിന്ന് തന്നെ അത് സെറ്റാവും. പിന്നെ അത് ചെറിയ ബബിൾസ് കണ്ടില്ലേ, ഈ ബബിൾസ് ഒന്ന് അങ്ങ് പൊട്ടിച്ച് കൊടുക്കുക. അത് നല്ലൊരു ടെക്സ്ചർ ലാസ്റ്റ് നമുക്ക് പുഡിങ് കാണുമ്പോൾ നല്ലൊരു ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് തണുത്ത് കഴിയുമ്പോൾ ജസ്റ്റ് അവിടെ ഒരു ഹോൾസ് പോലെ തോന്നും. അപ്പോൾ അതങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല, കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ പറയുന്നത്. പിന്നെ എന്നിട്ട് ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രം ക്ലിംഗ് ഫിലിം ഇട്ടിട്ട് അടച്ച് വെക്കുക. എന്താണ് നിങ്ങൾ കയ്യിലുള്ളത്, ചെറിയ തട്ട് വെച്ചിട്ട് അടച്ചാലും മതി, എന്തായാലും കുഴപ്പമില്ല. അത് വെച്ചിട്ട് അടയ്ക്കുക. ചൂടാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം. അല്ലെങ്കിൽ ഇതിൻ്റെ ആവി അതിൽ ഉറ്റി വീണിട്ട് പുഡിംഗ് ആകെ വേറൊരു രീതിയിലായി പോകും. ചിലപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിലൊക്കെ ചെറിയൊരു മാറ്റം വരും. അപ്പം അത് ചൂടാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, എന്ത് സാധനമായാലും ചൂടാറിയതിന് ശേഷം മാത്രമല്ല നമ്മൾ അടച്ചു വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ആവി അതിൽ തന്നെ ഉറ്റി വീഴും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ചൂടാറിയതിന് ശേഷം നമ്മുടെ പാത്രം അടച്ച് വെക്കുക. നന്നായിട്ട് ടൈറ്റാക്കി അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. ഓവർനൈറ്റ് വെക്കുക. അപ്പോഴാണ് നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ദിവസമാണ് ഞാൻ എടുത്തത്. നല്ല സെറ്റായി വന്നിട്ടുണ്ട്, കാണുന്നില്ലേ. അപ്പോൾ ക്ലിംഗ് ഫിലിമൊക്കെ മാറ്റിയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് റെഡി ആയിട്ടുണ്ട് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക. എന്നിട്ട് സൈഡ് ഒന്ന് അങ്ങ് വിടിയിച്ച് കൊടുക്കുക. ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടോ ചെറിയ കൂർപ്പുള്ള കത്തി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മളെ കൈ കൊണ്ട് തന്നെ ഒന്നങ്ങ് സൈഡ് വിടിയിച്ച് കൊടുക്കുക. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്തെടുക്കുക.
എന്നിട്ട് പാത്രം കമഴ്ത്തി കൊടുക്കുക. ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു പാത്രത്തിൽ തന്നെ സെർവ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. നന്നായിട്ട് വലിയൊരു ട്രേയിൽ സെർവ് ചെയ്താലും മതി. എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് കമഴ്ത്തി എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ലേ, അത് അതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. കുറച്ച് ചെറിയതാക്കി ചോപ്പ് ചെയ്തിട്ട് നട്ട്സ് അതിൻ്റെ ഉള്ളിൽ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം. അവസാനമായിട്ട് കുറച്ച് പിസ്ത പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ല, നല്ല ജിഗ്ലി വിഗ്ലിയും പുഡിങ്ങാണ്, നല്ല തുള്ളി കളിക്കുന്ന പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.